സ്വന്തം നാട്ടിൽ 3 വർഷം മുമ്പ് ഇറ്റലിയോട് അടിയറവ് പറഞ്ഞ യൂറോ കിരീടം തുടർച്ചയായ രണ്ടാം കലാശപ്പോരിന് ബൂട്ട് കെട്ടുമ്പോൾ ആ കിരീടം തങ്ങളുടെ ഷെൽഫിൽ എത്തിക്കുക മാത്രമാണ് ഇംഗ്ലണ്ടിൻ്റെ ലക്ഷ്യം. അതേസമയം നഷ്ടപ്രതാപം വീണ്ടെടുത്ത് 4ാം കിരീടവുമായി ബെർലിനിൽ നിന്ന് മടങ്ങാനാണ് സ്പെയിനിൻ്റെ വരവ്. ആറ് മത്സരങ്ങളിൽ 6 ജയവുമായി റെക്കോർഡിട്ടെത്തുന്ന സ്പെയിൻ കണക്കുകളിലും കളത്തിലും അല്പം മുന്നിലാണ്. കളിമെനയുന്നതിലും ഗോളടിക്കുന്നതിലും ഒരുപോലെ ശക്തർ. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തവണ എതിരാളികളുടെ വല കുലുക്കി. ആകെ 13 ഗോൾ നേടിയപ്പോൾ വഴങ്ങിയത് 3 എണ്ണം മാത്രം. വണ്ടർ കിഡ് ലാമീൻ യമാലാണ് സ്പാനിഷ് പടയുടെ അപരാജിത കുതിപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. സെമിയിലെ മഴവിൽ ഗോളിന് പുറമെ 3 ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ഈ 16-കാരൻ. പരുക്കേറ്റ നായകൻ അൽവാരോ മൊറാട്ട ഫൈനലിന് തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പെഡ്രിക്ക് പകരക്കാരനായി എത്തിയ ഡാനി ഓൽമോ മിന്നും ഫോമിലും. സസ്പെൻഷനിലായിരുന്ന കർവാഹലും നോർമൻസും തിരിച്ചെത്തിയാൽ പ്രതിരോധ നിര കൂടുതൽ ശക്തമാകും. തോൽവി അറിയാതെയാണ് ഇംഗ്ലണ്ടിൻ്റെയും വരവ്. എന്നാൽ സൗത്ത് ഗേറ്റിൻ്റെ ശിഷ്യന്മാർക്ക് ഹൃദയഹാരിയായ പ്രകടനം പുറത്തെടുക്കാനായിട്ടില്ല. 6 കളികളിൽ 3 സമനില, 7 ഗോളടിച്ചപ്പോൾ 4 ഗോൾ വഴങ്ങി. എന്നാൽ ഇംഗ്ലീഷ് നിരയിലും കളിയുടെ ഗതി തിരിക്കാൻ കെൽപ്പുള്ള ഒരുപിടി ചെറുപ്പക്കാരുണ്ട്. ജൂഡ് ബെല്ലിംഗ്ഹാം, ഫിൽ ഫോഡൻ, ബുക്കായോ സാക്ക എന്നിവരും നായകൻ ഹാരി കെയ്നും കൂടി ഉണർന്നു കളിച്ചാൽ കിരീടമെന്ന ലക്ഷ്യം ഇംഗ്ലണ്ടിനും വിദൂരത്തല്ല. 1966 ലോകകപ്പ് നേടിയതിനു ശേഷം ഒരു മേജർ കിരീടം നേടാൻ ഇംഗ്ലണ്ടിനായിട്ടില്ല. വിദേശ മണ്ണിൽ ആദ്യമായൊരു കലാശപ്പോരിനിറങ്ങുമ്പോൾ പുതുചരിത്രം സ്വപ്നം കാണുകയാണ് ഇംഗ്ലീഷ് പട.